നമസ്കാരം. 5ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ 1ാമത്തെ ചാപ്റ്ററായ കിസ്സിങ് ഹാൻഡിൻ്റെ ആക്ടിവിറ്റീസാണ്. കിസ്സിങ് ഹാൻഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് താഴത്തെ ക്വസ്റ്റ്യൻസസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റീസ് കൂടിയേ ഉള്ളൂ. ആക്ടിവിറ്റീസ് നിങ്ങൾക്കൊരു 13 എണ്ണമുണ്ട്. എളുപ്പമായിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം. നോക്കിയേ, ആക്ടിവിറ്റി 1 പേജ് നമ്പർ 14 ഗസ്സിംഗ് ഗെയിമാണ്. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ് they will be the winners. If your friends fail to find out the word you will be the winner. മക്കളെ, ഇത് നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. പാഠഭാഗത്തിൽ നിന്ന് കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ അതൊന്ന് ആക്ട് ചെയ്ത് കാണിക്കണം. കൂട്ടുകാരതിന് ആൻസർ പറഞ്ഞാൽ അവർക്കൊരു പോയിൻ്റ്, ആൻസർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊരു പോയിൻ്റ്, അങ്ങനെ കളിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലാസ്സിലേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് അടുത്ത് നോക്കാം ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2 നോക്കിയേ. യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദ സ്റ്റോറി ഹാവിൻറ്റ് യു? എന്താ, നിങ്ങൾ ആ സ്റ്റോറി എൻജോയ് ചെയ്തില്ലേ? നല്ല സ്റ്റോറി ആയിരുന്നല്ലേ? In the story, Chester Raccoon experiences different feelings. Some of his feelings are given below in column A. ഇവിടെ ചെസ്റ്റർ റക്കൂണിന് ഭയങ്കര പല തരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടായിരുന്നു അല്ലേ? സന്തോഷം, സങ്കടം, വിഷമം, പേടി, കൺഫ്യൂഷൻ, അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ സം ഫീലിങ്സ് ആർ ഗിവൺ ഇൻ കോളം എ. കുറച്ച് സംഭവങ്ങൾ ഗീവൺ എവിടെ? കോളം എയിൽ നൽകിയിട്ടുണ്ട്. കോളം ബിയിൽ എന്താണ്? നിങ്ങൾക്ക് ഇമോജി തന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കാ ഇമോജി അറിയാത്ത? എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേതിൻ്റെയൊക്കെയാണ് മാച്ച് എന്നൊന്ന് മാർക്ക് ചെയ്യാം. കോളം എ നോക്കിയേ. ചെസ്റ്റേഴ്സ് ഫീലിങ്സ് വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോൾ ഇങ്ങനെയാണോ ഇരിക്കുക? സന്തോഷിക്കും അല്ലേ? അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ എഴുതിയേ. ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. എങ്ങനെയാണ്? ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഏതാ ഇമോജി? അത് തന്നെ. വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ. അമ്മ നിർബന്ധിച്ച് സ്കൂളിൽ വിടുക, എങ്ങനെ ഇരിക്കും? ഇനി വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കീസ്. അമ്മയുടെ ഉമ്മ കിട്ടി, എങ്ങനെ ഇരിക്കും? ആ ഇമോജികളൊക്കെ നിങ്ങളൊന്ന് എഴുതിയേ, മാർക്ക് ചെയ്തേ. ഇനി ആക്ടിവിറ്റി 3 ആർട്ട് ഗാലറി. ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കേട്ടോ. എല്ലാം തന്നെ ചെയ്യേണ്ടതാണോ? ഇതൊന്നുമില്ല മക്കളെ. നോക്കിയേ. ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദ കിസ്സിങ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. നിങ്ങളുടെ ഹാൻഡ്സ് ഒരു പേപ്പറിനകത്ത് നിങ്ങൾക്കിങ്ങനെ വരയ്ക്കാം. ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലവ്ഡ് വൺസ്. നിങ്ങൾക്കിഷ്ടം ആരെയാ? അമ്മയാണോ, അച്ഛനെയാണോ, സഹോദരങ്ങളെയാണോ, ആരുടെ ആണെങ്കിലും, ഫ്രണ്ട്സോ ആരും ആയിക്കോട്ടെ, അവർക്കൊരു സ്പെഷ്യൽ മെസ്സേജ്, ഐ ലവ് യു എന്നായാലും മതി, ഒരു മെസ്സേജ് നിങ്ങൾക്കതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. കളർ ഓർ പെയിൻറ്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ കളർ ചെയ്യാം. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം. എന്നിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ ഒരു എക്സിബിഷനൊക്കെ അങ്ങോട്ട് നടത്തിയേ. എളുപ്പമല്ലേ? എളുപ്പമാണ്. ആക്ടിവിറ്റി 4 നോക്കിയേ മക്കളെ. സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൻ ബിലോ ഇൻ എ ജംബിൾഡ് വേ. ജംബിൾഡ് എന്താണ്? ഒന്നാമത്തത്, നാലാമത്, അങ്ങനെ അവസാനത്തത് ആദ്യം, അങ്ങനെ ജംബിൾഡ് ഓർഡറിൽ ഈ കഥയുടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത് വരേണ്ടുന്നതായിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് കിടക്കുക. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓർഡറിലെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. കണ്ടോ, താഴെ നിങ്ങൾക്കൊരു സ്പേസ് വന്നിട്ടുണ്ട്. അവിടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഒന്ന് എഴുതിയേ. നോക്കിയേ, ഇവിടെ തണ്ട മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അതാണോ ആദ്യം? ചെസ്റ്റർ took his mother's hand and kissed her palm. Chester told his mother that he did not want to go to school. ഇതാണ് ഒന്നാമത്തതല്ലേ? അപ്പോൾ 2 ഏതാണ്? മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട് അല്ലേ? അമ്മ ഒരു വണ്ടർഫുൾ സീക്രട്ട് പറയാമെന്ന് പറഞ്ഞതാണ്. 3 ഏതാണ്? മിസ് റക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അതാണ് 3. എന്താണ്? ചെസ്റ്ററിൻ്റെ അമ്മ എന്ത് ചെയ്തു? ചെസ്റ്ററിൻ്റെ കൈയുടെ ഇവിടെ ഇങ്ങനെ ഉമ്മ വെച്ചു. 4 ഏതാണ്? ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം അല്ലേ? അമ്മയുടെ കൈ പിടിച്ചിട്ട് ഉമ്മ വെച്ചു. 5 ഏതാണ്? ചെസ്റ്റർ ഡാൻസ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്. അമ്മ നോക്കി നിൽക്കേ ചെസ്റ്റർ എന്ത് ചെയ്തു? ഡാൻസ് ചെയ്ത് സ്കൂളിൽ പോയി. അതായപ്പോഴേക്കും അത് കഴിഞ്ഞു. എളുപ്പമാണല്ലോ. ഇനി അടുത്ത് നോക്കിയേ, ആക്ടിവിറ്റി 5. ആക്ടിവിറ്റി 5 എന്താണ്? ചെസ്റ്റർ റക്കൂൺ ഡസൻറ്റ് വോണ്ട് ടു ഗോ ടു സ്കൂൾ.
ഹിസ് മദർ കമ്പൽസ് ഹിം. ചെസ്റ്റർ റക്കൂന് സ്കൂളിൽ പോകണ്ട, പക്ഷെ അമ്മ നിർബന്ധിക്കുകയാണ്. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. അമ്മയ്ക്കും മോനും ഇടയിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ. എന്താണ്? സംഭാഷണം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ്സിലൊന്ന് അവതരിപ്പിക്കണം. എന്താണ് ചെസ്റ്റർ പറയുന്നത്? അമ്മ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മ, എനിക്ക് സ്കൂളിലൊന്നും പോകണ്ട. അമ്മ എന്ത് പറയും? ഓ ഡിയർ, വൈ? എന്താ മക്കളെ പോണ്ടാത്തേ? ചെസ്റ്റർ എന്ത് പറയും? ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, വാണ്ട് ടു പ്ലേ ആൻഡ് റീഡ്. എനിക്ക് എന്ത് ചെയ്യണം? അമ്മയുടെ കൂടെ നിൽക്കണം, കളിക്കണം, വായിക്കണം ഒക്കെ ചെയ്യണം. മദർ എന്ത് പറയും? സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വോണ്ട് ടു ഡു. മക്കളെ, ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് സ്കൂൾ, ഐ ഫിയർ ടു ഗോ. പക്ഷേ എനിക്ക് സ്കൂൾ ഇഷ്ടമല്ല, എനിക്ക് പോകാൻ പേടിയാണ്. മദർ എന്ത് പറയും? യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് ന്യൂ ടോയ്സ് ടു പ്ലേ. മക്കളെ, നീ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നിനക്ക് സ്കൂൾ ഇഷ്ടമാകും. നിനക്ക് അവിടെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ സിസ്റ്റർ എന്ത് പറയും? ബട്ട് ഐ വിൽ മിസ് യു മോം. എനിക്ക് അമ്മയെ മിസ് ചെയ്യില്ലേ? അപ്പം അമ്മ എന്ത് പറയുന്നു? ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യു വാം ആൻഡ് കോസി ലൈക്ക് യു വെയർ ഇൻ ഹോം. നിനക്ക് വീട്ടിലെന്ന പോലെ നിന്നെ സന്തോഷിപ്പിക്കുകയും നിന്നെ ഉന്മേഷവാനാക്കിയിരിക്കുകയും ചെയ്യുന്ന ഒരു സീക്രട്ട് എനിക്കറിയാം. ചെസ്റ്റർ, വാട്ട് സീക്രട്ട്? എന്ത് സീക്രട്ടാണ്? ദിസ് ഈസ് എ കിസ്സിങ് ഹാൻഡ്. അതാണ് കിസ്സിങ് ഹാൻഡ്. ഐ വിൽ ഗിവ് യു മൈ കീസ് ഇൻ യുവർ പാം. ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നീ എന്ത് ചെയ്യണം? ആ ഉമ്മ നീ സൂക്ഷിക്കണം. എന്ത് ചെയ്യും? ഞാൻ നിൻ്റെ ഇവിടെ ഒരു ഉമ്മ തരാം, നീ അത് സൂക്ഷിക്കണേ. വെൻ യു മിസ് മീ പ്രസ് ഇറ്റ് ഇൻ യുവർ ചീക്സ്. നിനക്ക് എന്നെ മിസ് ചെയ്യുമ്പോൾ നീ അതെടുത്ത് നിൻ്റെ കവിളിലേക്ക് വയ്ക്കൂ. യു ക്യാൻ ഫീൽ മൈ ലവ്. നിനക്ക് എൻ്റെ സ്നേഹം ഫീൽ ചെയ്യും. ചെസ്റ്റർ, ഓ ദാറ്റ് ഈസ് ഗുഡ് വൺ, ദാറ്റ് ഈസ് എ ഗുഡ് വൺ. ഐ വിൽ ഗിവ് യു എ കിസ്സിങ് ഹാൻഡ് ഡിയർ മം. ഞാനും എന്ത് ചെയ്യും? അമ്മയ്ക്കൊരു കിസ്സിങ് ഹാൻഡ് തരും. മമ്മ എന്ത് പറയുന്നു? ഓക്കെ ഡിയർ, ടേക്ക് കെയർ. നീ സൂക്ഷിച്ചോളൂ, സുരക്ഷിതനായിരിക്കൂ എന്നമ്മ പറയും കേട്ടോ. ആക്ടിവിറ്റി 6 നോക്കാം മക്കളെ. ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദി ഓഫീസ് ഓഫ് ദി സ്കൂൾ. സ്കൂളിൻ്റെ ഓഫീസിൽ ആരെത്തുന്നു? ചെസ്റ്ററും അമ്മയും എത്തുന്നു. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്. ചെസ്റ്റർ ചുറ്റും ഇങ്ങനെ നോക്കി. ഹിയർ ഈസ് വാട്ട് ഹി സീസ്, ഡിസ്ക്രൈബ് ഇറ്റ്. ഇവിടെയാണ് അവൻ കാണുന്നതൊക്കെ ഉള്ളത്. ഡിസ്ക്രൈബ് ചെയ്ത് എന്തൊക്കെയാണ് ഉള്ളത്? ദ സ്കൂൾസ് നെയിം ഈസ് ABC സ്കൂൾ. സ്കൂളിൻ്റെ പേര് ആദ്യമേ നമുക്ക് കിട്ടി, ABC സ്കൂളാണ്. ദ ടൈം വാസ് അറൗണ്ട് 9 o'clock. ഏകദേശം 9 മണിയാകാറായി. ഹെഡ് മാസ്റ്റർ ആൻഡ് അതർ ടീച്ചേഴ്സ് ആർ ദെയർ അറ്റ് ദി ഓഫീസ്. ഹെഡ് മാസ്റ്റർ ഉണ്ട്, മറ്റ് ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ദ ഓഫീസ് ഈസ് വെരി നീറ്റ്. ഓഫീസ് എന്താണ്? നീറ്റായിട്ടുണ്ട്. ഹെഡ് മാസ്റ്റർ ആസ്ക് ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ ക്വസ്റ്റ്യൻസ്. അല്ലേ, എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹെഡ് മാസ്റ്റർ ചെസ്റ്ററിനോടും അമ്മയോടും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആസ്ക്സ് ദം സംതിങ് എന്നൊക്കെ പറയാം നമുക്ക്. ഇനി ആൻ അസിസ്റ്റൻ്റ് ഈസ് ദെയർ ടു ഹെൽപ്പ് ദി ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്ററിനെ സഹായിക്കാൻ ഒരു അസിസ്റ്റൻറ്റും ഉണ്ട്. 2 ടീച്ചേഴ്സ് ആർ സിറ്റിംഗ് ഇൻ ദി ഓഫീസ് റൂം. 2 ടീച്ചേഴ്സ് ഓഫീസ് റൂമിലുണ്ട്. 1 ടീച്ചർ ഈസ് റീഡിങ് എ ബുക്ക്. ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു? ബുക്ക് വായിക്കുന്നു. പിന്നീട് എന്തുകൊണ്ട്? എ സ്റ്റാഫ് ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദി ഡോർ. ആ ഡോറിന് പിറവിൽ ഏതോ ഒരു സ്റ്റാഫും അല്ലെങ്കിൽ ഒരു പേഴ്സൺ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഓഫീസിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? എ ഡസ്റ്റ്ബിൻ, എ മാറ്റ് ആൻഡ് എ ഫാൻ ആർ ദെയർ ഇൻ ദി ഓഫീസ്. ടോട്ടലി എ നീറ്റ് അറ്റ്മോസ്ഫിയർ. മൊത്തത്തിൽ നീറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ? അത്രയുമാണ് ഓഫീസ് റൂമിനെ പറ്റി ഞാൻ കണ്ടത്. നിങ്ങൾ വല്ലതും കണ്ടോ? വേറെ എക്സ്ട്രാ കണ്ടെങ്കിൽ അത് പറയാം കേട്ടോ. ഇനി ആക്ടിവിറ്റി 7 നോക്കിയേ. ചെസ്റ്റർ കംസ് ടു ദി ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദി ഫ്രണ്ട് ബെഞ്ച്. ചെസ്റ്റർ വന്നങ്ങ് ഫ്രണ്ട് ബെഞ്ചിലിരുന്നു. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ്. ടീച്ചർ വന്ന് സ്വന്തമായിട്ട് പരിചയപ്പെടുത്തുക. ഷീ ആസ്ക്സ് സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ്. നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചർ പറയത്തില്ലേ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ പറ്റി പറഞ്ഞേ. അപ്പം നമ്മൾ എണീച്ച് എന്ത് പറയും? എൻ്റെ പേര് ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഇന്ന ഇന്ന ആളുകളൊക്കെ ഉണ്ട്, എൻ്റെ അച്ഛൻ ഇന്ന ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ? അതുപോലെ ചെസ്റ്റർ സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ചെസ്റ്റർ എണീച്ചെന്ന് പറയുകയാണ്, ഞാൻ എന്തൊക്കെയാണെന്ന് പറയുക. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ചെസ്റ്റർ റക്കൂൺ. ഞാൻ ആരാണ്? ചെസ്റ്റർ റക്കൂൺ ആണ്.
ഐ ആം ഫ്രം ദി ഫോറസ്റ്റ്. ഞാൻ എവിടെ നിന്ന് വരുന്നു? ഫോറസ്റ്റിൽ നിന്നാണ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റക്കൂൺ. എൻ്റെ അച്ഛൻ്റെ പേര് മിസ്റ്റർ റക്കൂൺ എന്നാണ്. മൈ മദർ ഈസ് ചെൽസ റക്കൂൺ. ഐ ലവ് മൈ പാരൻസ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേ. എനിക്ക് എന്തൊക്കെ ഇഷ്ടം? റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേ. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്കിവിടെ പുതിയ കൂട്ടുകാരെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാനത് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ റക്കൂൺ എന്തിനാ മക്കളെ രാത്രി സ്കൂളിൽ പോന്നേ? അതൊന്ന് പറഞ്ഞേ, എന്തിനാ പോന്നേ? സാധാരണ എല്ലായിടത്തും പകലല്ലേ പോകുന്നത്, എന്താ റക്കൂൺസ് രാത്രിയിൽ പോകുന്നത്? ഈ റക്കൂൺ എന്ന് പറഞ്ഞ ജീവി പകൽ സമയത്ത് കൂടുതലും മടി പിടിച്ചിരിക്കുന്ന ജീവികളാണ്. അത് രാത്രിയിലാണ് ആക്റ്റീവ് ആവുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അവർ രാത്രി സ്കൂളിൽ പോകുന്നു എന്ന് പറയുന്നത് കേട്ടോ. പകൽ ഉറക്കവും തീറ്റയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ജീവിയാണ് റക്കൂൺസ് കേട്ടോ. ഇനി നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദി ക്ലാസ്. ഇനി നിങ്ങളെപ്പറ്റി ക്ലാസ്സിൽ പറഞ്ഞേ. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? യു മേ റൈറ്റ് ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. താഴെ തന്നിരിക്കുന്ന സ്ഥലത്ത് എഴുത്. പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഞാനും അത് പറയുന്നു. മൈ നെയിം ഈസ്, എന്താ നിങ്ങളുടെ പേരെന്ന് വെച്ചാൽ അത് എഴുതുക. ഐ ആം ഫ്രം, നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നുള്ളവരാണെന്ന് വെച്ചാൽ അത് എഴുതുക. മൈ ഫാദർ ഈസ് എ ഡോക്ടർ. എൻ്റെ അച്ഛനൊരു ഡോക്ടറാണ്. എൻ്റെ അച്ഛനൊരു ടീച്ചറാണ്. എൻ്റെ അച്ഛനൊരു ഫാമറാണ്. എൻ്റെ അച്ഛനൊരു പ്ലംബറാണ്. എന്തുമാകാം. ഏത് ജോലിയാണെങ്കിലും നല്ല അന്തസ്സാണ്. എന്ത് ജോലിയും അന്തസ്സുള്ളതാണ്. അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവരുത്. ആ കൂട്ടുകാരൻ്റെ അച്ഛൻ ടീച്ചറാണ്, ഈ കുട്ടിയുടെ അച്ഛൻ ഡോക്ടറാണ്, എൻ്റെ അച്ഛന് കൂലിപ്പണിയാണ്, എൻ്റെ അച്ഛൻ ഫാമറാണ്, എൻ്റെ അച്ഛൻ പ്ലംബറാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛന് ജോലിയില്ല. ഇതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. മക്കൾ നന്നായിട്ട് പഠിക്കുക, അച്ഛനമ്മയെ സ്നേഹിക്കുക, അവർ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളത് മാത്രം ഓർത്താൽ മതി കേട്ടോ. ഇനി അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞേ. ഹിസ് നെയിം ഈസ്, എന്താ വെച്ചാൽ പറയുക. മൈ മദർ ഈസ് എ ടീച്ചർ. മിക്കവാറും പേരുടെ അമ്മമാർ ഹോം മേക്കറായിരിക്കും അല്ലേ, വീട്ടിലായിരിക്കും. അമ്മ ജോലിക്ക് പോകുന്നുണ്ടായില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് അത് എഴുതാം കേട്ടോ. ഹോം മേക്കർ എന്ന് എഴുതാം കേട്ടോ. പേരൊന്ന് പറഞ്ഞേ അമ്മയുടെ, അതും എഴുതുക. ഐ ലവ് മൈ പാരൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മ ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും നിങ്ങളെ എന്ത് സ്നേഹിച്ചാൽ അവർ വളർത്തുന്നതല്ലേ. പുതിയ ബാഗും ഉടുപ്പും ഒക്കെ മേടിച്ച് നിങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിടുന്നില്ലേ അല്ലേ? നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്, അത് ഓർക്കുക. ഐ ലൈക്ക് ഡ്രോയിങ് ആൻഡ് ഐ സിങ് വെൽ. ഞാൻ എന്ത് ചെയ്യുന്നു? പടം വരയ്ക്കുന്നു, നന്നായിട്ട് പാടും ഞാൻ. നിങ്ങൾക്ക് വേറെ എന്ത് കഴിവാണുള്ളതെന്ന് വെച്ചാൽ അത് എഴുതാം കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്കും ആഗ്രഹം എന്താണ്? ഇവിടെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു അല്ലേ. അപ്പോൾ മക്കളെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറക്കൂ ലൈക്ക് ചെയ്യാനായിട്ട്. ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്താലേ ചാനൽ വലുതാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നല്ല മിടുക്കരായിട്ടിരിക്കണേ. അത്രയേ ഉള്ളൂ. അടുത്ത ആക്ടിവിറ്റി നോക്കിയേ. ആക്ടിവിറ്റി 8 ആണ്. വെൻ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ റീച്ച് സ്കൂൾ ദേ ഹാപ്പൻ ടു സീ എ നോട്ടീസ് ബോർഡ്. അവർ സ്കൂളിലെത്തിയപ്പോൾ ഒരു നോട്ടീസ് ബോർഡ് കണ്ടു. ലെറ്റ് us റീഡ് ദ നോട്ടീസ്. നോട്ടീസ് വായിച്ചേ. നോട്ടീസ് ബോർഡിൽ എന്തൊക്കെയുണ്ട്? ഡൂസ് ആണ്, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഡോൺട്സ്, ചെയ്തു കൂടാത്ത കാര്യങ്ങൾ. അറ്റൻഡ് ദി ക്ലാസ് റെഗുലർലി. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. എന്താണ്? എന്നും ക്ലാസ്സിൽ വരിക, ടീച്ചർ പറയുന്ന കേൾക്കുക. കംപ്ലീറ്റ് ദി അസൈൻമെൻറ്റ്സ് ഇൻ ടൈം. അസൈൻമെൻറ്റ്സ് കറക്റ്റ് സമയത്ത് ചെയ്യുക. സ്കൂളിൽ നിന്ന് തരുന്ന വർക്കുകൾ. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം. സമയത്തെത്തുക. കീപ് ദി സ്കൂൾ ക്ലീൻ. സ്കൂൾ ക്ലീനാക്കി വെക്കുക. ഇനി ഡോണ്ട് ആണ്. എന്തൊക്കെയാണ്? ഡോണ്ട് സ്കിപ്പ് ദി മോർണിംഗ് അസംബ്ലി. ചില കുട്ടികൾ അസംബ്ലി കഴിഞ്ഞ് വരും. ഒരിക്കലും മോർണിംഗ് അസംബ്ലി സ്കിപ്പ് ചെയ്യരുത്. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസ് കൊണ്ടുവരരുത്. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കരുത്. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി. സ്കൂളിലെ വസ്തുക്കളൊന്നും നശിപ്പിക്കരുത്. ഡോണ്ട് ലിറ്റർ ദി സ്കൂൾ പ്രിമൈസസ്. എന്താണ് ലിറ്റർ ദി പ്രിമൈസസ്? നമ്മൾ പേപ്പറൊക്കെ ചുരുട്ടിയൊക്കെ അങ്ങോട്ട് എറിയുകയും നശിപ്പിക്കുകയും ഓരോന്ന് വെട്ടിയൊക്കെ ഇടുകയൊക്കെ ചെയ്യത്തില്ലേ? ഇതൊന്നും ചെയ്യരുത്. ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്. നിങ്ങളുടെ ടീച്ചേഴ്സിൽ ഒരാൾ ലീവാണെന്നങ്ങ് വെച്ചോ. റൈറ്റ് ഡൗൺ ദി ഡൂസ് ആൻഡ് ഡോൺട്സ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി ടീച്ചർ. ടീച്ചർ ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് പറയുക. ഡൂസ് ആണേ, ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. റീഡ് ടെക്സ്റ്റ് സൈലൻ്റ്ലി. ടെക്സ്റ്റ് സൈലൻ്റായിട്ട് വായിക്കുക. ഡൂ യുവർ വർക്ക്സ്. മറ്റ് വർക്ക്സ് ചെയ്യുക. ഫോളോ ക്ലാസ് റൂം റൂൾസ്. ക്ലാസ് റൂം റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുക. സ്റ്റേ സീറ്റഡ് ആൻഡ് ക്വയറ്റ്. മിണ്ടാതെ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുക.
ഹെൽപ്പ് ഈച്ച് അതർ, പരസ്പരം സഹായിക്കുക. റിപ്പോർട്ട് എനി ഇഷ്യൂസ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ, ചെയ്യാൻ നിങ്ങളെ സ്കൂളിൽ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് ഞാൻ ചെറുതേ പറഞ്ഞിട്ടുള്ളൂ. ഡോൺസ്, ചെയ്തുകൂടാത്തത്. ഡോൺ ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ് എന്ന് വെച്ചാൽ എന്താ, ബഹളം ഉണ്ടാക്കി മറ്റ് ക്ലാസ്സുകളെ ശല്യപ്പെടുത്തരുത്. ചില കുട്ടികളുണ്ട് അപ്പുറത്തോട്ടൊക്കെ ഓരോ നേരത്ത് എറിയും, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഡോൺ ത്രോ പേപ്പർ ഓൺ ദ ഫ്ലോർ, തറയിലൊന്നും പേപ്പർ ഇടരുത്. ഡോൺ മേക്ക് നോയ്സ്, മിണ്ടരുത്. ഡോൺ ലീവ് യുവർ സീറ്റ് വിത്തൗട്ട് പെർമിഷൻ, അനുവാദമില്ലാതെ സീറ്റിൽ നിന്ന് എണീറ്റ് നടക്കരുത്. ഡോൺ ടീസ് ഓർ ബുള്ളി അതേഴ്സ്, മറ്റുള്ളവരെ കളിയാക്കുകയും വഴക്ക് പറയുകയും ഒന്നും ചെയ്യരുത്. ഡോണ്ട് എൻഗേജ് ഇൻ ഡേഞ്ചറസ് ആക്ടിവിറ്റീസ്, ചിലരെന്ത് അപകടം പിടിച്ച റബ്ബർ ബാൻഡൊക്കെ അടിച്ച് കണ്ണിലോട്ടൊക്കെ വിട്ടു കൊടുക്കുകയും ഒക്കെ ചെയ്യത്തില്ലേ, അതൊന്നും ചെയ്യരുത്. ഡോൺ വേസ്റ്റ് ടൈം, സമയം കളയരുത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളത് എഴുതിക്കോണേ. അടുത്ത നോക്കിയേ, ആക്ടിവിറ്റി 9. റീഡ് ദി ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഇതിൽ തന്നിട്ടുണ്ട് ഈ കുറേ സെൻറ്റൻസുകൾ, അതിനകത്ത് കുറച്ച് എന്തൊക്കെയോ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, ഐ വോണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദർ കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. എന്തിലൊക്കെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്? വിത്ത്, ഓൺ, ടു, ഫ്രം അല്ലേ. ഇനി ക്വസ്റ്റ്യൻ ഉണ്ട്. പിക്ക് ഔട്ട് എ ഫ്യൂ സിമിലർ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ. താഴെ അത് എഴുതുക. അപ്പം നമുക്ക് ഈ പ്രപ്പോസിഷൻസ് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളത് തന്നെ നമുക്കങ്ങ് എഴുതാം. വിത്തും ഓണും ടൂവും ഫ്രമും ഒക്കെ ഉള്ളത് തന്നെ നമുക്കങ്ങ് എഴുതാം. ആ വാക്കുകൾ ടെക്സ്റ്റിൽ തന്നെയുണ്ട്, കണ്ടുപിടിച്ചെഴുത്, ഇല്ലെങ്കിൽ ഇതെഴുതാം. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, ഒരെണ്ണം. ഒന്നാമത്തെ വിത്തിന് നമ്മൾ എഴുതി. ഇനി ഓൺ വെച്ചിട്ട് പറ. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ തിങ്സ് കേട്ടോ. അടുത്ത നോക്കിയേ. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്, അവിടെ ടു വന്നിട്ടുണ്ട്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹർ മദർ. ഏതാ? ഫ്രം. എന്തായിരുന്നു? ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദർ കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. ഫ്രം. ആ ഫ്രമ്മിന് പകരം നമ്മളിവിടെ ഫ്രം ഉള്ള വേറൊരു സെൻറ്റൻസ് എഴുതി. എന്തായിരുന്നു? ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹർ മദർ. എളുപ്പമാട്ടോ. ഇനി ആക്ടിവിറ്റി 10 നോക്കിയേ. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റക്കൂൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ് വിത്ത് ടു ഫ്രം ഇൻ. കണ്ടോ? ആരൊക്കെ തമ്മിലാ? ചെസ്റ്റർ റക്കൂണും ക്ലാസ് ടീച്ചറും കൂടെ സംസാരിക്കുക. അപ്പോൾ അതിനകത്ത് കുറച്ച് വാക്കുകൾ വിട്ടുപോയി. ഏതൊക്കെ വിട്ടുപോയേ? വിത്ത്, ടു, ഫ്രം, ഇൻ, ഇതൊക്കെ വിട്ടുപോയി. അതെവിടെയാണ് കറക്റ്റ്? അവിടെ ചേർക്കണം. ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം? ചെസ്റ്റർ, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റക്കു. ടീച്ചർ, വേർ ആർ യു ഫ്രം? ആൻസർ എന്താണ്? ഐ ആം ഡാഷ് ഉണ്ടല്ലോ അവിടെ എന്താ എഴുതണം? ഐ ആം ഫ്രം ദി ഫോറസ്റ്റ്, ഇറ്റ് ഈസ് എ നൈസ് പ്ലേസ്. ടീച്ചർ, വെൽ what do you like to do dash the forest in the forest. Chester, I like to play with my friends in the shade of trees. എന്താണ്? നിങ്ങൾക്ക് എന്താണ് ഫോറസ്റ്റിൽ ചെയ്യാൻ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ? കൂട്ടുകാരോടൊപ്പം ഒളിച്ച് കളിക്കാനാണ്, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം മരത്തണലിൽ ഇരുന്ന് കളിക്കാനാണ് ഇഷ്ടം. ടീച്ചർ, that must be fun. Which game do you like the most? അത് കൊള്ളാമല്ലോ, ഏത് കളിയാണ് കൂടുതൽ ഇഷ്ടം? ചെസ്റ്റർ, ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. ആ ഡാഷിൻ്റെ അടുത്ത് എന്താണ്? വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് കൂട്ടുകാരോടൊപ്പം ഒളിച്ച് കളിക്കാനാണ് ഇഷ്ടം. ടീച്ചർ, ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ, വെൻ വിൽ യു ഗോ ഡാഷ് ടു യുവർ ഹൗസ്? വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്? അത് കൊള്ളാമല്ലോ, നീ എന്നാ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? വെൽ, ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ പോകും. ടീച്ചർ, ഓക്കെ താങ്ക്സ്, വി വിൽ മീറ്റ് അഗെയിൻ. നമുക്കൊന്നുകൂടി കാണാമെന്ന് പറയും. അത്രയേ ഉള്ളൂ. ആക്ടിവിറ്റി 11. ദി ഫോളോയിങ് ഈസ് ദ ഡയറി എൻട്രി ഓഫ് എയ്നു. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്. കണ്ടോ, ഒരു ഡയറിയാണ് തന്നിട്ടുള്ളത്. എന്താണ് പേര്? ഐനുൻ്റെ ഡയറി. അപ്പോൾ അതിലെന്തൊക്കെയോ തെറ്റുണ്ട്, അത് തിരുത്തണം. നമുക്ക് തിരുത്താം. ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. അവിടെ വിത്തല്ല, ടു ആണ്. I saw a big orange to the shelf and decided to buy it. അവിടെ to അല്ല, on ആണ്. I met my friend on that store. on that store അല്ല, in അല്ലെങ്കിൽ at, ഇതിലേതെങ്കിലും ആകണം.
ഇനി ഡാഷ് ഇട്ടിരിക്കുന്നിടത്ത് എന്ത് വേണം? സ്മോൾ ലെറ്റർ എം ആണ്. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എം എഴുതണം. മൈ ഫ്രണ്ട്, ആ എം വൈ ക്യാപിറ്റൽ. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദി പാർക്ക് അല്ല, ടു ദി പാർക്ക്, ആൻഡ് ഐ വെൻറ്റ് ഫ്രം ഹർ അല്ല, വിത്ത് ഹർ. അടുത്തത് വീണ്ടും ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് ക്യാപിറ്റൽ ഡബ്ല്യു. വി സാറ്റ് ഓൺ ദ ബെഞ്ച് ആൻഡ് ഏറ്റ് ദി ഓറഞ്ച് ടുഗെദർ. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഐ ക്യാപിറ്റൽ. ഐ ത്രൂ ദി ഓറഞ്ച് പീൽ വിത്ത് ദി ഗാർബേജ് അല്ല, ഇൻ ദി ഗാർബേജ് ആണ്. അത്രയായപ്പോൾ ആക്ടിവിറ്റി 11 കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു ആക്ടിവിറ്റിൻ്റെ 2 ആക്ടിവിറ്റി കൂടിയേ ഉള്ളൂ മക്കൾക്ക്. എന്താ നോക്കിയേ? റീഡ് ദി സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻറ്റു 2. 1 ഹാസ് ബീൻ ഡൺ ഫോർ യു. എളുപ്പമാണ്. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് 2 ആക്കണം. 1, യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അത് 2 ആക്കി പറഞ്ഞേ. ആൻഡ് മാറ്റിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് മാറ്റം വരുത്തുക. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പോൾ വീണ്ടും മാറ്റിയേ. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. എങ്ങനെ മാറ്റാം? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ഫുൾ സ്റ്റോപ്പ്, യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. എളുപ്പമല്ലേ? 3 എങ്ങനെ മാറ്റാം? ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ഷീ ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. എങ്ങനെ മാറ്റണം? ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ഫുൾ സ്റ്റോപ്പ്, ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. എളുപ്പമാണ്. ഇനി റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദി സെൻറ്റൻസസ്. തന്നിരിക്കുന്ന പോലെ തന്നെ അങ്ങ് മാറ്റി എഴുതിയാൽ മതി കേട്ടോ. എന്താണ്? വലിയ സെൻറ്റൻസ് തന്നിട്ടുണ്ട്, 2 ആക്കി എഴുതുക. A curious raccoon lived in the woods and it liked to explore new places. 2 ആക്കിയേ. A curious raccoon lived in the woods, full stop, it liked to explore new places. അടുത്ത സെൻറ്റൻസ് നോക്കിയേ. One day it found a shiny object and decided to take it back to its cozy den. എങ്ങനെ മാറ്റണം? One day it found a shiny object. ആൻഡ് വെച്ചിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ഇടണ്ട കേട്ടോ. ഒബ്ജക്റ്റ് ഫുൾ സ്റ്റോപ്പ്. ഇനി ആൻഡ് വേണ്ട, വീണ്ടും ഇറ്റ് ആക്കണം. ഇറ്റ് ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡെൻ. ഇനി ഇറ്റ് പ്ലേസ് ദ ഒബ്ജക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ് ആൻഡ് സ്റ്റെയർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. അവിടെയും ആൻഡിൻ്റെ അടുത്ത് ഫുൾ സ്റ്റോപ്പ് വരണം, ആൻഡിന് മുമ്പ് വെച്ചിട്ട്. ഇറ്റ് പ്ലേസ് ദി ഒബ്ജക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ് ഫുൾ സ്റ്റോപ്പ്. ഇനി ആൻഡ് മാറ്റിയിട്ട് ഇറ്റ് ആക്കണം. ഇറ്റ് സ്റ്റേർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. ഇനി ദ റക്കൂൺസ് ഐ സ്പാർക്കിൾഡ് ആൻഡ് ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. എങ്ങനെ മാറ്റണം? ദ റക്കൂൺസ് ഐ സ്പാർക്കിൾഡ് ഫുൾ സ്റ്റോപ്പ്. ഇനി ആൻഡ് വേണോ? വേണ്ട. ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. ലാസ്റ്റ് ആക്ടിവിറ്റി 13. ഷോൾ വി പ്ലേ വിത്ത് വേർഡ്സ്, കംപ്ലീറ്റ് ദ ക്രോസ് വേൾഡ് പസിൽ യൂസിങ് ദ ക്ലൂസ് ബിലോ. ഈ ക്ലൂസിൽ തന്നിട്ടുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിലെ വാക്കുകളാണ്, അതിൻ്റെ മീനിങ്സുമാണ്. നോക്കിയേ. മൂവ് ഓർ അക്രോസ്. ഇങ്ങനെ ഏതാ നമ്പർ? നമ്പർ 1. നമ്പർ 1 നേരെ. മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. അതിനെന്താ പറയുന്നത്? ഇങ്ങനെയും 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 മൂവ് ചെയ്യുന്നതിനെ സ്വിങ്. SWING. വീണ്ടും 5 ഇതേപോലെ ഇങ്ങനെ എഴുതുക. അക്രോസ്. ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. അതിന് എന്ത് പറയും? സ്കാമ്പർ. എന്താണ്? സ്കാമ്പർ. ചെറിയ ചെറിയ സ്റ്റെപ്സോടുകൂടി ഓടുകയോ മൂവ് ചെയ്യുകയോ ചെയ്യുന്നതിന് എന്താ പറയുക? സ്കാമ്പർ. ഇനി അടുത്ത എന്താണ്? 7. അതും ഇങ്ങനെ. ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽബീയിങ്. എന്താണ്? വളരെ ഈസായിട്ടുള്ള, വളരെ സുഖമായിട്ടുള്ളൊരു ഈസി മട്ട്. എന്താണ്? കോസി. COZY. ഡൗൺ, താഴോട്ട്. ടു ഡൗൺ. 2 താഴോട്ട് നോക്കിയേ. ഓൾറെഡി അവിടെ W ഉണ്ടല്ലേ, അപ്പോൾ W വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡാണ്. ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. നമ്മൾ ബുക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൊതിഞ്ഞു. എന്താണ്? റാപ്പ്. WRAP. റാപ്പ്. ഇനി 3 താഴോട്ട്. റബ് സംതിങ് ജെന്റ്ലി വിത്ത് ദി നോസ് ആസ് ഇഫ് ടു ഷോ അഫെക്ഷൻ. മൂക്ക് വെച്ച് ഇങ്ങനെ അഫെക്ഷൻ കാണിക്കുന്നത്. എന്താ അതിനെ പറയുന്നത്? 3 താഴോട്ട്. നസിൽ. എന്താണ്? നസിൽ. NUZZLE. നസിൽ. ഇനി 4 അതും താഴോട്ടാണ്. അവിടെ സ്റ്റാർട്ടിങ്ങിൽ എന്തുണ്ട്? S ഉണ്ട്. നേരത്തെ നസിലിൻ്റെ അവിടെയും N ഉണ്ടായിരുന്നു 3. 4 S ഉണ്ട്. ഫ്രൈറ്റനിങ്,
കോസിങ് ഫിയർ, പേടിപ്പിക്കുന്നത്. എന്താണ്? സ്കേറി, പേടിപ്പിക്കുന്നത്. എസ് ഓൾറെഡി ഉണ്ടല്ലോ, എസ്സും ഉണ്ട് വൈയും ഉണ്ട്, താഴത്തെ വൈയും ഉണ്ട്. അപ്പോൾ SCARY, സ്കേറി. ഇനി ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് പ്ലേ വിത്ത്, ഒരു കുട്ടിക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒബ്ജക്റ്റ് എന്താ വിളിക്കുന്നത് നമ്മൾ? ടോയ്. അവിടെ ടീയും ഉണ്ട് ഓയും, ടി മാത്രം മതി അല്ലേ, ഓയുണ്ട് അവിടെ. ടീയും വൈയും മുകളിലും താഴെ എഴുതിയാൽ പോരെ, TOY, ടോയ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആക്ടിവിറ്റീസ് ആണല്ലോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മക്കളെ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് നന്നായിട്ട് എഴുതിക്കൊള്ളുക. സ്വന്തമായിട്ട് എഴുതാനൊക്കെ പറ്റുന്നവർ സ്വന്തമായിട്ട് എഴുതാൻ നോക്കണം കേട്ടോ. ടീച്ചറെ കൊണ്ട് കാണിച്ചാൽ മതി, ടീച്ചർ തിരുത്തി തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മിടുക്കരായിട്ട് പഠിക്കണം. അടുത്ത പാഠം ഉടനെ ഇടുന്നതായിരിക്കും. ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? മിടുക്കരായിട്ട് പഠിക്കില്ലേ? ഓൾ ദ ബെസ്റ്റ്.